ഹായ് എവരിവൺ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19 കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ നോക്കൂ, പ്രോബബിലിറ്റിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നോക്കൂ, 3 rotten apples ആർ ആക്സിഡൻ്റലി മിക്സ്ഡ് വിത്ത് 15 ഗുഡ് ആപ്പിൾസ്. ഓക്കെ, 15 ആപ്പിൾ ഉണ്ട്, അതെല്ലാം ഗുഡ് ആപ്പിൾസ് ആണ്. അതിലേക്ക് എന്ത് ചെയ്തു? 3 rotten ആപ്പിൾസ് എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. അസ്യൂമിങ് ദി റാൻഡം വേരിയബിൾ എക്സ് to be the number of rotten apples in a draw of 2 apples. The variance of x is. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ടോട്ടൽ 15 ഗുഡ് ആപ്പിൾസിലേക്ക് 3 rotten ആപ്പിൾസ് എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് 2 ആപ്പിൾസ് ചൂസ് ചെയ്തു റാൻഡമായിട്ട്. അതാണ് എന്ത്? റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത്. എക്സ് ബി ദി നമ്പർ ഓഫ് റോട്ടൺ ആപ്പിൾസ്. ഓക്കെ, നമ്മൾ 2 ആപ്പിൾസ് ചൂസ് ചെയ്യുമ്പോൾ അത് റോട്ടൺ ആകുക എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 2 എടുക്കുമ്പോൾ 2 എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും 2 എന്താവാം, 2 ആപ്പിൾ ചൂസ് ചെയ്യുന്നു. പക്ഷേ ആ ചൂസ് ചെയ്യുന്നതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത് റോട്ടൺ ആകുക എന്നുള്ളതിലേക്കാണ്. പക്ഷേ 2 ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് 2 ഗുഡ് ആവാം, ചിലപ്പോൾ 2 ചൂസ് ചെയ്യുന്ന സമയത്ത് 1 ഗുഡ് 1 ബാഡ് ആവാം. അതിൻ്റെ 2 ഓർഡർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2 എന്താവാം, ബാഡ് ആവാം. അപ്പം നമ്മൾ എക്സ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമുക്കുള്ളത് ആകെ 3 rotten ആപ്പിൾസ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. 3 rotten ആപ്പിൾസ് ആൻഡ് 15 ഗുഡ് ആപ്പിൾസ്. ആ 2 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു. ഇനി എക്സ് എന്ന് പറയുന്നതാണ് റാൻഡം വേരിയബിൾ. അപ്പോൾ എക്സിന് എടുക്കാവുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 0 വരാം, 1 വരാം, 2 വരാം. കാര്യം 2 ആപ്പിൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് റോട്ടൺ ആകുക എന്നുള്ളതാണ് എക്സിനെ സംബന്ധിച്ചുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 2 ആപ്പിൾ എടുക്കുന്ന സമയത്ത് 2 ഗുഡ് ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് റോട്ടൺ ആപ്പിൾ എന്ന് പറയുന്നത് 0 ആണ്. ഇനി 2 ആപ്പിൾ എടുക്കുന്ന സമയത്ത് 1 ഗുഡായി കഴിഞ്ഞാൽ 1 ഓട്ടോമാറ്റിക്കായിട്ട് റോട്ടൺ ആണ്. അപ്പോൾ 1 റോട്ടൺ വരാം, അല്ലെങ്കിൽ 2 റോട്ടൺ ആപ്പിൾ വരാം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രോബിലിറ്റി കാണുമെന്ന് പറയുമ്പോഴത്തേക്കും പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ആപ്പിൾ ഗുഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 15C2, അതായത് ഗുഡ് ആയിട്ടുള്ള 15 ആപ്പിൾസ് ആണുള്ളത്. സോ 15C2 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് 18 ആണ്. സോ 18C2 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്ന ആൻസർ 35/51 ആണ്. സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, അതാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആവുന്ന കേസാണ്. എക്സ് ഈക്വൽ ടു 1 ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പിൾ റോട്ടൺ ആകുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വരുന്നത് 3C1 ആണ് വരിക. കാര്യം 3 റോട്ടൺ ആപ്പിൾ നിന്ന് 1 എടുക്കുക എന്നുള്ളതാണ് അവിടെ. പിന്നെ ബാക്കിയുള്ളത് 15 ഗുഡ് ആപ്പിൾസ് ആണ്, അതിൽ നിന്ന് 1 എടുക്കുന്നത്. സോ 15C1 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ 18C2 ആണ്. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ആൻ ആൻസർ ആസ് 15/51. ഞാൻ ഇതിനെ ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത് ഒരേ ഡിനോമിനേറ്റർ വെച്ച് പോവാണ് കേട്ടോ. 15/51 എന്നാണ് കിട്ടുക. ഇനി അടുത്ത പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരിക? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2 ആപ്പിൾ ബാഡ് ആവണം. സോ 3C2 ആണ് വരിക. 3C2 ഡിവൈഡഡ് ബൈ 18C2 ആണ് വരിക. സോ 3C2 ഡിവൈഡ് ബൈ 18C2നെ സോൾവ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് 1/51. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വേരിയൻസ് ആണ്. വേരിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണണം. ഇ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ഇ ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ 0 ഇൻറ്റു എത്രയാണ് പ്രോബിലിറ്റി? 35/51 പ്ലസ് പിന്നെ അടുത്തത് 1 ആണ്. 1 ഇൻറ്റു 15/51 പ്ലസ് 2 ഇൻറ്റു 1/51. ഓക്കെ, 1/51. ഇത് ചെയ്യുന്ന സമയത്ത് 15 പ്ലസ് 2 17/51 എന്നാണ് വരിക. റൈറ്റ്, 17/51 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 35/51 പ്ലസ് അടുത്ത 1 സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 15/51 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/51. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 15 പ്ലസ് 19/51 എന്നാണ് വരിക. കറക്റ്റ്, 19/51. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫോർമുല എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഫോർമുല? ഇ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? 19/51. ഓക്കെ, 19/51 മൈനസ് ഇ ഓഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 17 ഇ ഓഫ് എക്സ് കിട്ടിയിരിക്കുന്നത്
ഓക്കെ 19/51 17/51 ദി ഹോൾ സ്ക്വയർ വരും. 17/51 ഹോൾ സ്ക്വയർ വരും. ആൻഡ് യു ക്യാൻ സോൾവ് ഇറ്റ്. 19/51 മൈനസ് 17/51 എന്ന് പറയുമ്പോൾ 1/3 ആണ് വരും, 1/9. സോ 19/51 മൈനസ് 1/9 വരും. യു ടേക്ക് ദി LCM. LCM ഈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് 153 വരും അല്ലേ? 153 ആണ് LCM വരിക. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 57 മൈനസ് 17. 57 മൈനസ് 17. സോ ഹൗ മച്ച് ഇറ്റ് ഈസ്? ദിസ് ഈസ് 40 എത്ര വരിക? 40/153 ആണ്. 40/153 എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ ഏതാ വരിക? 4 ആണ് കറക്റ്റ് വരിക. വളരെ എളുപ്പമാണ് സംഭവം. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രോബിലിറ്റി എന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ.